യെല്ലോ സഫയർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗോൾഡിലേ ഉപയോഗിക്കാം. ഓക്കെ. വജ്രമാണെങ്കിൽ ഗോൾഡിൽ മാക്സിമം ഒഴിവാക്കണം, വെള്ളിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ശുക്രന്റെ ആണ്. അപ്പൊ ഒരു ഗ്രഹനിലയില് ബലാബലം നോക്കി വേണം കല്ല് നിശ്ചയിക്കാൻ. ഒരു 9 കല്ലുണ്ട്. അത് ഇന്ദ്രനീലം, മഞ്ഞപുഷ്യരാഗം, പിന്നെ ഗോമേതകം. സർ, ജന്മനക്ഷത്ര കല്ലുകൾ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന കല്ല് ധരിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നവരത്ന കല്ലുകൾ അങ്ങനെയൊക്കെ, ഇതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്? സ്വാധീനിക്കും. ഗ്രഹനില പരിശോധിച്ച് വേണം കല്ല് നിശ്ചയിക്കാൻ. ഇപ്പം ജന്മനക്ഷത്ര കല്ല് ഇപ്പൊ രോഹിണിക്ക് ഇത് മുത്ത്, അതായത് സ്റ്റോണിൽ നമുക്ക് മുത്ത് എന്ന് പറയും, പേൾ ഇടാം. അത് ചന്ദ്രബലം കുറഞ്ഞവർക്ക്. അതിപ്പോ നമ്മൾ പറഞ്ഞ മീനത്തിലെ രോഹിണി ചന്ദ്രബലം ഉണ്ട്. ഇടവത്തിലെ രോഹിണിക്ക് വന്ന് അമാവാസ ജനനം, അപ്പൊ ചന്ദ്രന്റെ ബലമില്ല. അപ്പൊ ഒരു ഗ്രഹനിലയില് ബലാബലം നോക്കി വേണം കല്ല് നിശ്ചയിക്കാൻ. ഒരു 9 കല്ലുണ്ട്. അത് ഇന്ദ്രനീലം, മഞ്ഞപുഷ്യരാഗം, പിന്നെ ഗോമേതകം, നൽമുത്ത്, പിന്നെ ബുധന് മരതകം, ശുക്രന് വജ്രം, ഇങ്ങനെ ഓരോ കല്ല്. കേതു നമ്മൾ കാറ്റ്സൈ എന്ന് പറയും. അതിനെന്തൊരു പേരും കൂടെ ഉണ്ടല്ലേ? കാറ്റ്സൈക്ക് മലയാളത്തിൽ വൈഡൂര്യം. അപ്പൊ ഇതിന് ഓരോ കല്ലിനും ബലാബലം. ഇപ്പൊ ഒരു ഗ്രഹനില നമ്മൾ എടുത്തു, ലഗ്നാധിപന്റെ ബലം കർക്കിടക ലഗ്നം. കർക്കിടക ലഗ്നത്തിന് ചന്ദ്രനാണ് അധിപതി. അപ്പൊ രോഹിണി നക്ഷത്രം, അതും രാശി ചന്ദ്രനാണ് രോഹിണിക്ക് അധിപൻ. മീനമാസ ജനന അല്ലാതെ ഇടവത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ രവിയും ചന്ദ്രനും ഒന്നിച്ചിരിക്കും. അപ്പൊ എന്തു പറയും? അമാവാസ യോഗം. അപ്പൊ ആ ഗ്രഹനിലയിൽ ലഗ്നത്തിനും ബലമില്ല, ചന്ദ്രനും ബലമില്ല. ഞങ്ങൾ പറയും നൽമുത്തിടാൻ പറയും. അത് മാലയിടാം, കമ്മലിടാം സ്ത്രീകൾക്കാണെങ്കിൽ. പുരുഷന്മാർക്കാണെങ്കിൽ സ്റ്റോണ്. അത് ഉപകല്ലെന്ന് പറയും. ഉപകല്ലെന്ന് പറയും ചന്ദ്രകാന്തം. ചിലർക്ക് നൽമുത്ത് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ ചന്ദ്രകാന്തം കിട്ടും. ചന്ദ്രകാന്തം വാങ്ങിച്ചിടുന്നതും അപ്പൊ അവരുടെ പുഷ്ടി, ആരോഗ്യ പുഷ്ടി വരും, ശരീരകാന്തി ഉണ്ടാവും. ചന്ദ്രകാന്തം എന്ന് ഉദ്ദേശിക്കുന്നത് കാന്തം, ഒരു ചന്ദ്രന്റെ ഒരു ഇത് ഉണ്ടാവാൻ. പക്ഷബലം ഇല്ലാത്ത ചന്ദ്രന് ഈ സ്റ്റോൺ ഇടാം. അത് ഗ്രഹനില. അല്ലാതെ മാർച്ച് 14 മുതൽ ഏപ്രിൽ 18 വരെ ജനിച്ചവർക്ക് ഒരു കല്ല്, മെയ് 15 മുതൽ ജൂൺ 15 വരെ ജനിച്ചവർക്ക് ഒരു കല്ല്, അങ്ങനെ ഒന്നുമില്ല. ഗ്രഹനില ശനി ബലവാനല്ല. ഇപ്പൊ ഒരു ലഗ്നം എടുക്കുകയാണ്, മകര ലഗ്നം അല്ലെങ്കിൽ കുംഭലഗ്നം എടുക്കാം. കുംഭലഗ്നത്തിന് 3 ശനിയുടെ സ്ഥിതി. കുംഭം, മീനം, മേടം, 3-ാം ഭാവം. നല്ല സ്ഥാനമാണ്, നല്ല പവറുള്ള സ്ഥാനമാണ്. വാഹനം, വീട് പറയുന്ന യോഗം, വെളി ജലരാശിയാണെങ്കിൽ വെളിയിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള യോഗം പറയണം. നീചനായി പോയ ബലം പോയി. അപ്പൊ ലഗ്നാധിപനും കൂടെയാണ്. നേരത്തെ ചന്ദ്രനെ പറഞ്ഞതുപോലെ കർക്കിടക ലഗ്നത്തിന് ചന്ദ്രൻ അധിപനായതുപോലെ മകരത്തിന് കുംഭത്തിനും ശനിയാണ് ലഗ്നാധിപൻ. മേടത്തിൽ നീചനായി പോയാൽ ഇന്ദ്രനീലം ധരിക്കാൻ പറയും. എന്തിനാണ്? പവർ കൂട്ടാൻ. ആ പവർ കിട്ടും. അതേപോലെ ശുക്രൻ കന്നിയിൽ നീചനായി പോയി, ഇടവലഗ്ന ജാതകൻ, 5-ാം ഭാവം, ശുക്രൻ നീചനാണ്. പവർ കൂട്ടാൻ എന്ത് പറയും? വജ്രം ധരിക്കാൻ പറയും. പെൺകുട്ടികളാണെങ്കിൽ പേസരി എന്ന് പറയും, ബ്രാഹ്മിൻസ് പേസരി, വൈദ പേസരി, കമ്മൽ. ആണാണെങ്കിൽ മോതിരം. പിന്നെ ഫുഡ് കഴിക്കുന്ന വിരലിൽ ഇടാൻ പറയൂല, കയ്യില് ഫുഡ് കഴിക്കുന്ന, അതായത് വജ്രം പെട്ടെന്ന് അകത്ത് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും. വജ്രത്തിന് ഭയങ്കര കട്ടി കൂടിയ ഇതാണ്. അതുകൊണ്ട് വലത്തെ കയ്യിൽ ധരിക്കാൻ പറയില്ല, ഇടത്തെ കയ്യിൽ മോതിരം. അതിപ്പോ നമുക്ക് അത് ഏത് വിരലാണെങ്കിലും പ്രശ്നമല്ല. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രഹനില പരിശോധിച്ച് ബലാബലം. പൂർവ്വപുണ്യാധിപനായ ചൊവ്വ ചിങ്ങലഗ്നത്തിന് ഗുരുവാണ് ബലവാൻ, പൂർവ്വപുണ്യ അധിപൻ. അതായത് നന്മ ചെയ്യുന്നവൻ. ചിങ്ങലഗ്നത്തിന് നന്മ ചെയ്യുന്നവനായ ഗുരു മകരത്തിൽ നീചനായി പോയാൽ ബലക്കുറവ്. അംശകത്തിൽ നീചസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ബലക്കുറവ്. അതിനാണ് യെല്ലോ സഫയർ, അതായത് മഞ്ഞപുഷ്യരാഗം ധരിക്കാൻ പറയുന്നത്, പവർ കൂട്ടാൻ. അപ്പൊ ഓരോ ഗ്രഹത്തിനും നമ്മൾ ഗ്രഹനിലയിൽ പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ധരിക്കാൻ പറയും. അതിന് മാറ്റവും കിട്ടും. വളരെ വ്യത്യാസം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതുപോലുള്ള കല്ലുകളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സംഭവിക്കും. യോഗകാരകനല്ലാത്ത ഒരു കല്ല് പവർ കൂട്ടി കഴിഞ്ഞാൽ ഒരു കല്ല് നമുക്ക് പ്രശ്നമാണ്. പാതകാധിപതിയുടെ ഒരു ദശ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാരണാധിപൻ എന്ന് പറയും. അതിന്റെ ഒരു ദശ നടക്കുകയാണ്. ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ
അപകടം വരുത്തും. നമ്മൾ പവർ എന്തിനാണ് കൂട്ടുന്നത്? ഒരു ബലമില്ലാത്ത ഗ്രഹം, നമുക്ക് ഉപകാരം ചെയ്യുന്ന ഗ്രഹം ബലമില്ലായ്മ നിൽക്കുമ്പോൾ പവർ കിട്ടുമ്പോൾ ബലം കിട്ടി നമുക്ക് ഉപകാരം ചെയ്യും. തിരിച്ച് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ആ ദിശ വരുമ്പോൾ ആ സ്റ്റോൺ ഇട്ട് കൊടുത്താൽ ആ അനിഷ്ട സ്ഥാനത്തിന്റെ ബലം കൂടെയാണ്. ഇപ്പൊ 8-ലെ ശനിക്ക് ഇന്ദ്രനീല ഇടാൻ പാടില്ല, അഷ്ടമദോഷമല്ലേ, ആയുർഭംഗമല്ലേ. അപ്പം ആയുസ് സർലയോഗം പറയണം. ശനി 8-ൽ നിന്ന് കഴിഞ്ഞാൽ സർലയോഗം, ആയുർ ദീർഘം. ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നത്തോടെ പ്രശ്നമായിരിക്കും. അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ 8-ലെ രാജന് മഞ്ഞപിശുരാൻ ഇടാൻ പാടില്ല. അപ്പൊ അതിന്റെ പവർ കൂടെയാണ്. അപ്പം ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ആരോഗ്യം ആ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആരോഗ്യം കെടും, ആരോഗ്യം നഷ്ടപ്പെടും. ഇതാണ് ഈ സ്റ്റോണിന്റെ പ്രത്യേകത. അപ്പൊ സൂര്യബലം നോക്കാം. സൂര്യൻ ഇപ്പം ഇതാണ് സ്റ്റോൺ. ഇത് എന്ത് സ്റ്റോൺ ആണ്? ഇത് മാണിക്യം, റെഡ് സ്റ്റോൺ. ഇതൊന്ന് നമുക്ക് സൂര്യബലം ഇല്ലെങ്കിൽ നീചസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ മാണിക്യം കല്ല് ഉപയോഗിക്കണം. റൂബി എന്നാണ് പറയുന്നത്. റൂബി ഉപയോഗിക്കുന്നത് ആ ബലം. ഇപ്പൊ ഗവൺമെന്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നില്ല, സൂര്യബലം, ജോലിയുണ്ട്, പ്രൊമോഷൻ ഇത്യാദി കിട്ടുന്നില്ല. പെട്ടെന്ന് ആ പ്രൊമോഷൻ ഇത്യാദി കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ നീചത്തിലാണ് സ്ഥിതി, അപ്പം ബലം കൂട്ടാൻ റൂബി ധരിക്കുക. അപ്പൊ ആ ഒരു അംഗീകാരം, ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരു അംഗീകാരം, അത് രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും പ്രയോജനപ്പെടും. ഇന്ന സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന കാലഘട്ടം സൂര്യദശയാണ്, ഒരു പദവി കിട്ടുന്നില്ല, സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ പദവി കിട്ടും. ഇത് പവറാണ്. സാർ പറയുന്നത് അതായത് ഗ്രഹനിലകളും ബാക്കി നക്ഷത്രങ്ങളുടെ ഒക്കെ കാര്യങ്ങളും നോക്കി മാത്രം ഒരു ബലാബലം നോക്കി ഒരു ഗ്രഹത്തിന്റെ ബലം ഉണ്ടെങ്കിൽ ആ സ്റ്റോൺ വേണ്ട, ബലം ഇല്ലെങ്കിൽ ആ സ്റ്റോൺ ഇടുക. അങ്ങനെ മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റോൺ ധരിക്കാവുള്ളൂ. അതുപോലെ യെല്ലോ സഫയർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗോൾഡിലേ ഉപയോഗിക്കാവൂ. ഓക്കെ. വജ്രമാണെങ്കിൽ ഗോൾഡിൽ മാക്സിമം ഒഴിവാക്കണം, വെള്ളിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ശുക്രന്റെ ആണ്. ബുധന്റെ വന്ന് ഏതിന്റെ കൂടെയും, അതിപ്പം മരകത പച്ച ഗോൾഡിലും മോതിരായി കെട്ടിയിടാം, വെള്ളിയിലും കെട്ടിയിടാം, സിൽവറിലും. ഗോൾഡ് ആൻഡ് സിൽവർ യാതൊരു വേണമെങ്കിൽ. ഓരോന്നിന്റെ ഇപ്പം കേതുവിനാണെങ്കിൽ കേതുവിന് ബലമില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയാ, എന്തിന് തടസ്സമായിരിക്കും. ഒരു 4-ാം ഭാവസ്ഥിതി തടസ്സം എന്തിന് പുറപ്പെട്ടാലും തടസ്സം. അതിനാണ് കേശായി, അത് വൈഡൂര്യം. അത് മോതിരം കെട്ടിയിടുമ്പോൾ അത് പവർ കൂടും നമുക്ക്. അത് തടസ്സമല്ല ചെയ്യുന്നത്, പവർ കൂട്ടയാണ്. നമുക്ക് നല്ലതാണ് അത്. കേതുവിന് കുജൻ ഇപ്പൊ നമുക്ക് ബലമില്ലായ്മ, കർക്കിടകത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ, ആ രാശി നിന്ന് കഴിഞ്ഞാൽ നീചം പറയണം. നല്ല ഒരു മീന ലഗ്നത്തിന്റെ അധിപന് 2-ാം ഭാവാധിപനായ ഇത് നീചനായി പോയാൽ കുടുംബത്തിന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കോടതി നിയമ നടപടി വരിക എങ്ങനെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ സപ്പോർട്ടീവ് ആവില്ല. ബലം കൂട്ടാനാണ് സ്റ്റോണ്, റെഡ് സ്റ്റോൺ എന്ന് പറയും. അത് പവിഴം, റെഡ് പവിഴം ഇടുന്നത് അത് നമുക്ക് വളരെ നല്ലതാണ്. ഇത് ഗ്രഹനിലയിൽ നോക്കിയേ ഒരു സ്റ്റോൺ നിശ്ചയിക്കാവൂ, നമുക്ക് സ്റ്റോൺ ധരിക്കാവൂ, അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഇതിങ്ങനെ ഒരു പ്രവണത ഉണ്ടല്ലോ, അതായത് ഇത് നോക്കാതെയൊക്കെ ഇഷ്ടമുള്ള കുറച്ച് കല്ലുകളൊക്കെ ഇടുക എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറട്ടെ, എല്ലാവരുടെയും ലൈഫിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നന്ദി സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.